അസ്സലാമു അലൈക്കും. ഹൈസാനെ സാധാരണ കുറച്ച് ദിവസമായിട്ട് വീഡിയോസിലൊന്നും ഞാനങ്ങനെ കാണിക്കാറില്ല. മനഃപൂർവ്വം കാണിക്കാത്തൊന്നുമില്ല, മാഡം ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. ഹൈസ ആദ്യം ഈ നോമ്പ് സമയത്തൊക്കെ പ്രത്യേകിച്ചും എൻ്റെ ഏകദേശം എല്ലാ റീൽസിലും വീഡിയോസിലൊക്കെ സ്ഥിരമായിട്ട് അറ്റൻഡൻസ് ഉള്ള ഒരാളാണ് ഹൈസ. ഇപ്പോൾ എന്താണ് പറ്റിയതെന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, ഒരു രാവിലെ 10-10:30 ആകുമ്പോഴത്തേനും ഉമ്മച്ചി വന്ന് ഹൈസാനെ എടുത്തുകൊണ്ട് പോവും. പിന്നെ ഐഷു ആയിരിക്കും ഇവിടെ ഉള്ളത്. ഐഷു എന്താ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്ന് വെച്ചാൽ, ഐഷു ഭക്ഷണം കഴിക്കാനൊക്കെ ഭയങ്കര മടിയാണ്. ആരെയും പേടിയില്ല. പ്രത്യേകിച്ചും അപ്പുറത്ത് ഉമ്മച്ചിടത്തും വാപ്പച്ചിയുടെ ആണ് നിൽക്കുന്നുണ്ടെങ്കിൽ ഫുൾ ടൈം ഐസ്ക്രീമിനും കിൻഡർ ജോയ്ക്കൊക്കെ വേണ്ടിയിട്ടുള്ള കരച്ചിലും ബഹളമൊക്കെയാണ് എപ്പോഴും. അപ്പോൾ ഭക്ഷണമൊന്നും കഴിക്കുകയില്ല. അപ്പോൾ അവരെ പേടിയുമില്ല. ഞാനാകുമ്പോൾ പിന്നെ കമ്പൊക്കെ എടുത്ത് വെച്ചിട്ട് വടിയൊക്കെ എടുത്ത് വെച്ച് അതിൻ്റെ എന്നെയും കൂട്ടത്തിലിരുത്തി അങ്ങനെ എങ്ങനെയെങ്കിലുമൊക്കെ ആഹാരം കൊടുക്കും. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ വന്ന് ഇടിക്കും. ഭയങ്കര ഓട്ടവും ചാട്ടമൊക്കെ ആണല്ലോ. അതുകൊണ്ട് എവിടെയെങ്കിലുമൊക്കെ വന്ന് ഇടിച്ചാലും തന്നെ വന്ന് വീണാലും പറയും ആദമും തള്ളിയിട്ടതാണെന്ന് എന്ന് പറയും. അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ബട്ടർ ചിക്കനാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു കിലോ ആണ് എടുത്തിരിക്കണേ. ഞാനത് ഇഞ്ചി വെളുത്തുള്ളി പിന്നെ ചതച്ചത്, പിന്നെ മുളക് പൊടി, നാരങ്ങാനീര്, ഇച്ചിരി തൈര് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്തോ. നല്ല കട്ടത്തൈര്, പിന്നെ ഉപ്പ്, ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്യണം. നമ്മുടെ ചിക്കനിൽ നല്ല രീതിയിൽ പിടിപ്പിക്കണം. നന്നായിട്ട് തിരുമ്മി കൈകൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് ഒരു 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 ഓവർനൈറ്റ് മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ നല്ലതായിരിക്കും. പക്ഷേ എനിക്ക് സമയമില്ല. എനിക്ക് പെട്ടെന്ന് എടുത്ത് ചെയ്യാനുള്ളൊരു സമയമുള്ളൂ. എനിക്കധികം വെയിറ്റ് ചെയ്യാനുള്ള സമയമില്ലാത്തത് കാരണം ഒരു മണിക്കൂർ മാരിനേറ്റ് ചെയ്യാനായിട്ട് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ അധികം സമയം വെക്കണമെന്നുണ്ടായിരുന്നു, പറ്റിയില്ല. അപ്പോൾ ജസ്റ്റ് 1 hour ഞാൻ വെച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഓവർനൈറ്റ് വെച്ചിട്ട് എടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഓക്കെ. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഇനി കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുവാണ്. പിന്നെ നമുക്ക് വേണ്ട മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ബട്ടർ. ഇത് ഞാൻ അന്ന് കാണിച്ചില്ലേ, ഞാൻ ഉണ്ടാക്കിയ ഹോം മെയ്ഡ് ബട്ടറാണ്. തീരാനായി, ഇനിയിപ്പോൾ ഒന്നുകൂടി ചെയ്യണം. ഓക്കെ, ഇൻഷാ അല്ലാ ചെയ്യാം, ഉടനെ ചെയ്യണമല്ലോ. അപ്പോൾ ബട്ടറാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. കാരണം നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്യുന്നതും സവോളയൊക്കെ വഴറ്റുന്നതും എല്ലാം ബട്ടറിലാണ്. നമ്മൾ എണ്ണ ഒന്നും ഇതിനകത്ത് യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ സൺഫ്ലവർ ഓയിൽ ഇച്ചിരി എടുക്കാം, പക്ഷേ ബട്ടർ ചിക്കൻ എന്ന് പറയുമ്പോഴത്തേനും ബട്ടറല്ലേ വേണ്ടത്, അതുകൊണ്ട് ബട്ടർ. അപ്പോൾ ഒരു പാൻ എടുക്കുക, അതിൽ ബട്ടർ 2 ടേബിൾ സ്പൂൺ ഓഫ് ബട്ടർ നമ്മൾ ആഡ് ചെയ്തുന്നുണ്ട്. അത് നല്ല രീതിയിൽ മെൽറ്റായി വരുമ്പോൾ നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുത്ത് നല്ല രീതിയിൽ ഒരു മൊത്തത്തിൽ മുരിച്ചെടുക്കേണ്ട ഒരു ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കണം നമ്മുടെ ചിക്കൻ. ഓക്കെ. അപ്പോൾ ഞാൻ എടുത്ത പാൻ ചെറുതായി പോയി എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു ആദ്യമേ. പിന്നെ കറിയൊക്കെ വെച്ച് ലാസ്റ്റ് ആയപ്പോഴത്തേനും ആ സംശയം അങ്ങ് പൂർത്തിയായി. ഇച്ചിരി കുറച്ചുകൂടി വിശാലമായിട്ടുള്ള ഒരു പാൻ എടുക്കണമായിരുന്നു. ഓക്കെ, കഴിഞ്ഞില്ലേ, ഇനിയിപ്പോൾ വച്ചൊക്കെ കഴിഞ്ഞില്ലേ, നെക്സ്റ്റ് ടൈം നോക്കാം. അപ്പോൾ എല്ലാ ചിക്കൻ പീസസും ഇതെന്ന് വെച്ചാൽ ഇങ്ങനെ തിങ്ങി നെരുങ്ങി ഇരിക്കുന്നത് പോലെയൊക്കെ തോന്നും, പാൻ ചെറുതായി പോയതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇച്ചിരി വലിയ പാൻ എടുത്ത് നല്ല വിശാലമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നല്ല രീതിയിലല്ല, ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത് എടുക്കണം. ഇച്ചിരി സമയം എടുക്കും. എൻ്റെത് ഇത്രയും തിക്കി ഞെരുങ്ങിയൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഇച്ചിരി സമയം എടുക്കും. അപ്പോൾ അത്യാവശ്യം ഞാൻ ഷാലോ ഫ്രൈ ചെയ്ത് ഞാൻ എടുക്കുന്നുണ്ട്. ഇതിനെ നമ്മൾ ഫ്രൈ ചെയ്ത ഈ ചിക്കൻ പീസസിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റുക. എന്നിട്ട് അതേ നമ്മൾ ഈ ചിക്കൻ പീസസ് മാറ്റുമ്പോൾ ബാക്കി കുറച്ച് ബട്ടർ നമ്മുടെ പാനിൽ തന്നെ ഉണ്ടാവും. അതിൽ ഒരു ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഞാൻ പിന്നീട് ആഡ് ചെയ്യുന്നുള്ളൂ. ജസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ അല്ല, ഇച്ചിരി ബട്ടറും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് സവോളയും പിന്നെ 2-3 പച്ചമുളകും കൂടി ചേർത്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. നന്നായിട്ട് വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം നമ്മളിതിനെ പേസ്റ്റ് ആക്കാൻ പോവുകയാണ്. ഓക്കെ. അപ്പോൾ സവോള നല്ല രീതിയിൽ ജസ്റ്റ് ഒന്ന് വഴറ്റി മസാലയൊക്കെ ഒരു പച്ചപ്പൊന്ന് മാറുന്ന രീതിയിൽ വഴറ്റിയതിന് ശേഷം ഒരു 10-20 കാഷ്യൂ നട്ട്സ് ഉണ്ടല്ലോ, അത് നമുക്കിട്ട് കൊടുക്കണം.
അത് നല്ല രീതിയിൽ സോട്ട് ചെയ്ത് മസാല എല്ലായിടത്തും എത്തുന്ന രീതിയിലൊന്ന് എന്ത് ചെയ്യണം, വഴറ്റി കൊടുക്കണം. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. ആക്ച്വലി പേസ്റ്റാണ് വേണ്ടത്. എൻ്റെ അടുത്ത് പേസ്റ്റ് ഇല്ല, ഞാനിങ്ങനെ ചതച്ചാണ് വെക്കുന്നത്, അറിയാമല്ലോ. അപ്പോൾ അതാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 2 വലിയ തക്കാളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു 1/2 kg ചിക്കൻ എൻ്റെ കണക്കിലുള്ള ഈ എന്താ റെസിപ്പിയുടെ ആ ഒരു അളവും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് നിങ്ങൾ നോക്കി ചെക്ക് ചെയ്താൽ മതി എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ, കേട്ടോ. അപ്പോൾ ഈ തക്കാളി നമ്മളിട്ട് കൊടുത്തു. ഈ തക്കാളി കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് വഴറ്റുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വഴണ്ട് കിട്ടും നമ്മുടെ തക്കാളിയും സവോളയൊക്കെ. ഇനി നമ്മൾ എന്താ ആഡ് ചെയ്യാൻ പോകുന്നത്, ഞാനിതൊരു ഉപ്പിട്ടിട്ടില്ല, ഞാൻ പിന്നീടാണ് ഉപ്പിട്ട് കൊടുത്തത്, ഞാൻ ഓർത്തില്ല ആ സമയത്ത് പെട്ടെന്ന്. പിന്നെ നമുക്ക് വേണ്ടത് മുളക് പൊടി നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി. കാശ്മീരി ചില്ലി പൗഡറാണ് നല്ലത്, ഓക്കെ, അത് മതി. പിന്നെ ഇച്ചിരി ഗരം മസാല, നിങ്ങൾക്ക് കാശ്മീരി ചില്ലി പൗഡർ വേണമെന്നുണ്ടെങ്കിൽ മാത്രം ഒരു ടേബിൾ സ്പൂണൊക്കെ ഇട്ടാൽ മതി, കേട്ടോ. 1/2 ടേബിൾ സ്പൂൺ ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഗരം മസാല കുറച്ചിടണം. എന്നിട്ട് ഈ മസാല കുത്തൊക്കെ മാറുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കണം. ഞാൻ ഉപ്പ് ലാസ്റ്റാണ് ആഡ് ചെയ്ത് കൊടുത്തത്, കാരണം ഞാൻ മറന്നുപോയി ഉപ്പിടാൻ. അത് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് നല്ല രീതിയിൽ അതിനെ നമ്മുടെ ഷാൻജിയോ പറയുന്നത് പോലെ തിളയ്ക്കാൻ അനുവദിക്കുക. നല്ല രീതിയിലൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമ്മൾ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അടച്ച് വെച്ച് കുറച്ച് സമയം കുക്ക് ചെയ്യണം. കുക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിനെ നല്ല രീതിയിൽ തണുക്കണം. അതായത് ചൂടൊക്കെ മാറി, അല്ലെങ്കിൽ നമ്മുടെ മിക്സി പൊട്ടിത്തെറിക്കും. അപ്പോൾ ചൂടൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ബ്ലെൻഡറിലിട്ട് മിക്സി ജാറിലിട്ട് നല്ല രീതിയിൽ പേസ്റ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിനെ അരിപ്പ യൂസ് ചെയ്ത് അരിച്ച് വേണം എടുക്കാൻ, കേട്ടോ. അല്ലെങ്കിൽ ഈ നമ്മുടെ കാഷ്യൂ നട്ട്സിൻ്റെയൊക്കെ പൊടി ഇങ്ങനെ തരിതരായിട്ട് കിടക്കുകയൊക്കെ ചെയ്യും. അപ്പം അത് ഒഴിവാക്കാനാണ്. അതല്ല, നിങ്ങൾക്ക് അതൊന്നും കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ അരിപ്പ യൂസ് ചെയ്ത് അരിച്ചൊന്നും എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അതിന് ആ ഗ്രേവിനെ നമ്മൾ ആ പേസ്റ്റിനെ നല്ല രീതിയിൽ തിളപ്പിച്ച ശേഷം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോഴാണ് എൻ്റെ കുറച്ചുകൂടി വലിയൊരു പാൻ എടുക്കാമായിരുന്നു എന്നുള്ളൊരു റിഗ്രറ്റിൻ്റെ അറ്റത്ത് ഞാൻ എത്തി നിൽക്കുന്ന ഒരു സമയമാണ്. കാരണം ഈ നോട്ടിഫിക്കേഷൻ വരുന്നതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഈ വൈബ്രേഷൻ, ഓക്കെ. അപ്പോൾ പിന്നീട് നമുക്ക് വേണ്ടത് ടൊമാറ്റോ സോസ് ഒരു ടീസ്പൂൺ, പിന്നെ ഫ്രഷ് ക്രീം അളവ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അത്രയും ഇട്ടതിന് ശേഷം എനിക്ക് മിക്സ് ചെയ്യാനൊക്കെ ഭയങ്കര പാടായിരുന്നു. പാൻ ചെറുതായത് കാരണം ഞാൻ പയ്യെ കാരണം ഒരുപാടിട്ട് ഇളക്കിയാൽ ചിക്കൻ പീസസൊക്കെ ഉടഞ്ഞു പോകില്ലേ. അതുകൊണ്ട് ഞാൻ പയ്യെയാണ് എല്ലാം മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കിട്ടി. പിന്നെ അതിന് ശേഷം നമുക്ക് വേണ്ടത് കസൂരി മേത്തിയാണ്, മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ്. ഫ്രഷ് ക്രീം, കസൂരി മേത്തി ആൻഡ് ബട്ടർ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങളാണ് ബട്ടർ ചിക്കനിൽ. പിന്നീട് നമുക്ക് ഇച്ചിരി ഒരു 1/2 ടേബിൾ സ്പൂൺ ഓഫ് ബട്ടർ നമുക്ക് ഒന്ന് ഗാർണിഷിങ് ഒരു ഫൈനൽ ടച്ചിന് വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം ഫ്രഷ് ക്രീം വെച്ചിട്ട് ഒന്ന് ഡിസൈൻ ചെയ്തിട്ട് ബട്ടർ ചിക്കൻ റെഡിയായി. ഫ്രഷ് ക്രീം വെച്ച് ജസ്റ്റ് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം, ഫ്രഷ് ക്രീമും നമ്മുടെ കസൂരി മേത്തിയും യൂസ് ചെയ്ത്. പിന്നെ ഞാൻ ഈ സംഭവം വരയ്ക്കുന്നതൊന്നും കാണിച്ചിട്ടില്ല, ഞാൻ സമയം എടുത്ത് ചെയ്തതാണ്, വെറുതെ ഒരു രസമല്ലേ. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം, കേട്ടോ. സമയമുണ്ടെങ്കിൽ, സാധനങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം. ബട്ടർ നാൻ്റെ കൂടെയൊക്കെ അടിപൊളിയാണ്. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും.